നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ കൂട്ടത്തല്ല്. വാണിയമ്പലത്താണ് കാണികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. പെരുമ്പാവൂർ ബേസും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും തമ്മിലായിരുന്നു മത്സരം. പൂക്കോട്ടുംപാടത്ത് ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കവേ അബദ്ധത്തിൽ യുവാവ് കിണറ്റിൽ വീണു. വണ്ടൂർ കൃഷിഭവൻ ജീവനക്കാരനായ പ്രജീഷാണ് അപകടത്തിൽപ്പെട്ടത്. അഗ്നിരക്ഷാ സേനയെത്തി രക്ഷപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഴക്കാട് ചാലിയാറിൽ വിദ്യാർത്ഥിനി മുങ്ങി മരിച്ചു. വാഴക്കാട് വെട്ടത്തൂർ സ്വദേശി സിദ്ദീഖ് മാസ്റ്ററുടെ മകൾ സന ഫാത്തിമയാണ് മരിച്ചത്. വേങ്ങര ഊരകമലയിൽ തീപിടുത്തം. പൂളാപ്പീസ് പുത്തൻപീടിക ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. മലപ്പുറത്തു നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം സംഭവസ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. കൊണ്ടോട്ടി കീശ്ശേരി ബാപ്പൂട്ടി ഹാജി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതിനിടെ മുകളിൽ നിന്നും താഴെ വീണ് അതിഥി തൊഴിലാളിയായ യുവാവിന് ദാരുണാന്ത്യം. അപകടം സംഭവിച്ച ഉടനെ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറ്റിപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് സാങ്കേതിക അനുമതി ലഭിച്ചു. ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17.85 കോടി രൂപ അനുവദിച്ച് നേരത്തെ ഭരണാനുമതിയായിരുന്നു. വേങ്ങര ബസ് സ്റ്റാൻഡിനകത്ത് 70 ലക്ഷം രൂപ ചിലവിൽ ഹൈടെക് ബസ് കാത്തിരിപ്പ് കോംപ്ലക്സ് വരുന്നു. സ്റ്റാൻഡിലുണ്ടായിരുന്ന പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചു. കോഴിക്കോട് ഊട്ടി സംസ്ഥാന പാതയായ ഒതായി അരീക്കോട് റോഡിൽ ലോറി മറിഞ്ഞ് അരമണിക്കൂറോളം ഗതാഗതം മുടങ്ങി. ഒതായി വേരുപാലത്തിന് സമീപമാണ് വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ലോറി നടുറോഡിൽ മറിഞ്ഞത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.